തസ്കിയ 32. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തളറു ബിസ്സഹർ വമുജാലസത്തു സ്സാലിഹീനൽ ഫുളലാ. അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിച്ച മനുഷ്യൻ്റെ പ്രഭാത കർമ്മങ്ങൾ, ചിട്ടകൾ എന്തായിരിക്കണമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ആ കാര്യങ്ങളൊക്കെയും മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പോന്നവയാണ്. മനുഷ്യഹൃദയത്തിന് ഒരുപാട് രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് ഇനി പറയുന്നത്. അഹംഭാവം, അഹങ്കാരം, അസൂയ, പക, വിദ്വേഷം, വെറുപ്പ്, അമിതമായ വികാരം, സ്വത്തിനോടുള്ള അമിതമായ പ്രതിപത്തി, പിശുക്ക്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മനുഷ്യൻ്റെ ഹൃദയത്തെ ദുഷിപ്പിച്ചു കളയുന്ന ദുസ്വഭാവങ്ങൾ. അവയിൽ നിന്ന് മനസ്സിനെ ശുദ്ധീകരിക്കാൻ എന്താണ് വഴി? നാം ശരിക്കും അന്വേഷിക്കേണ്ട കാര്യങ്ങളാണത്, പ്രാക്ടിക്കലാക്കേണ്ട വിഷയങ്ങളുമാണ്. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വേദന വരുമ്പോഴേക്ക്, ഒരു പോറലേൽക്കുമ്പോഴേക്ക് നാം ചികിത്സിക്കാൻ വേണ്ടി നല്ല ഡോക്ടർമാരെ തന്നെ സമീപിക്കും. വേണമെങ്കിൽ മണിക്കൂറുകളോളം അവിടെ ക്യൂ നിൽക്കാൻ നാം തയ്യാറാണ്. ധാരാളം കാശുകൾ നാം അതിനു വേണ്ടി വിനിയോഗിക്കുന്നു. അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഹൃദയത്തിൻ്റെ രോഗങ്ങളെ തിരിച്ചറിയാനോ കണ്ടെത്താനോ ചികിത്സിക്കാനോ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നത് നമ്മുടെ പരാജയത്തിൻ്റെ കാരണമാണ്. വദവാഉ ഖൽബിൻ, ഹൃദയത്തിൻ്റെ മരുന്ന്, ഹൃദയത്തിലെ ഇത്തരം ദുർഗുണങ്ങൾ നീങ്ങിക്കിട്ടാനുള്ള മരുന്ന് ഹംസത്തുൻ, 5 എണ്ണമാണ്. ആ 5 കൂടി സമ്മേളിക്കുമ്പോൾ മനസ്സ് മാറിക്കിട്ടും, ഹൃദയം ശുദ്ധിയാകും. 1. ഫതിലാവത്തുൻ, പരിശുദ്ധ ഖുർആൻ പാരായണം. ഖുർആൻ്റെ തിലാവത്ത് എന്ന് പറയുമ്പോൾ ഖുർആൻ്റെ ഓത്തിന് പ്രത്യേകമായ ശൈലിയുണ്ട്, തജ്വീദ് നിയമമുണ്ട്. ആ നിയമം ഇന്നതെന്നാണെന്ന് അറിഞ്ഞില്ലെങ്കിലും നിയമമനുസരിച്ച് ഓതിയിരിക്കൽ അനിവാര്യമാണ്. റബ്ബ ഖാരിൻ വൽ ഖുർആനു യൽഅനുഹു, എത്ര ഓത്തുകാരാ ഉള്ളത്, ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് അബദ്ധങ്ങളും വലിയ വലിയ തെറ്റുകളും ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഓത്ത് എന്നതിനെപ്പറ്റി പറയാൻ കഴിയില്ല. ആ ഓത്തുകൊണ്ട് വിപരീത ഫലം മാത്രമേ ഉളവാകുകയുള്ളൂ. അപ്പോൾ ഹൃദയത്തിൻ്റെ മരുന്നന്വേഷിക്കുന്നവൻ ആദ്യം ഖുർആനിനെ അവലംബിക്കേണ്ടതാണ്. ഖുർആൻ പാരായണത്തെ അവലംബിക്കേണ്ടതാണ്. ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് അറബി അക്ഷരങ്ങൾ അതിൻ്റെ മഖ്റജിൽ നിന്ന് ഓതാൻ ശ്രമിക്കണം, പറയാൻ പഠിക്കണം. അതിൻ്റെ സിഫാത്തുകൾ പഠിക്കണം, തജ്വീദിൻ്റെ നിയമങ്ങൾ പഠിക്കണം. എന്നിട്ട് ഓത്ത് ശീലിക്കണം. വളരെ അധ്വാനമുള്ള, വളരെ ശ്രമകരമായ കാര്യമാണ് ഒന്നാമത് തന്നെ പറയുന്നത്. ഖുർആൻ കണ്ട് എടുത്തോതുമ്പോഴേക്ക് നന്നായി എന്നാരും വിചാരിക്കേണ്ടതില്ല എന്നർത്ഥം. പോരാ, ബിതദബ്ബുരിൽ മാന, ആശയം ചിന്തിച്ചുകൊണ്ട്. ആശയം പഠിക്കണം എന്നായി. അപ്പോൾ ഖുർആൻ പറയുന്ന ഉപദേശങ്ങൾ മനസ്സിലാകണമെങ്കിൽ ആശയം പഠിക്കണ്ടേ? ഏതെങ്കിലും പരിഭാഷ വായിച്ചതുകൊണ്ട് ഒരിക്കലും ആശയം പഠിക്കാൻ കഴിയില്ല. അതൊരു ഗുരുമുഖത്തു നിന്ന് വേണ്ടതുപോലെ ഓതിപ്പഠിക്കുക തന്നെ വേണം. അങ്ങനെ ആശയം ചിന്തിച്ചുകൊണ്ട്, ഇന്നലെ പറഞ്ഞതുപോലെ ഖുർആനിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിയമാനുസൃതം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക വഴി ഹൃദയത്തിൻ്റെ മരുന്നായി. മറ്റൊന്ന് വലിൽ ബത്നിൽ ഖലാ, വയറ് കാലിയാക്കുക. ഇതൊക്കെ വല്ലാത്ത ഉപദേശമാണ്. മനുഷ്യൻ്റെ മനസ്സിനെ കറുപ്പിച്ച് കളയുന്നത്, കടുപ്പിച്ച് കളയുന്നത്, അവൻ്റെ ബോഡിയെ ദുഷിപ്പിച്ച് കളയുന്നത്, രോഗങ്ങൾ വിളിച്ചു വരുത്തുന്നത് നമ്മുടെയൊക്കെ അമിതമായ, അനിയന്ത്രിതമായ, അസമയത്തൊക്കെയുള്ള ഭക്ഷണ രീതികളാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം വളരെ ലളിതമായിരുന്നു. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് പലപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഭാഗം ഇവിടെ വിശദീകരിക്കുകയല്ല.
നിങ്ങൾ സ്വർഗത്തിൻ്റെ വാതിൽ മുട്ടണം വിശപ്പ് കൊണ്ട് എന്ന ഹദീസുണ്ട്. വിശപ്പറിയാത്തവരാണ് പലരും. വിശന്ന് ജീവനോട് മരണത്തോട് മല്ലിടുന്ന ആളുകളെ കാണാൻ കഴിയാത്ത സമൂഹമാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ വിശപ്പ് സഹിക്കുക, വിശക്കുക എന്നത് ഹൃദയത്തിന് തെളിച്ചമുണ്ടാക്കും, ബുദ്ധിക്ക് വികാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതും നടക്കാൻ പ്രയാസമുള്ളത് തന്നെയാണല്ലോ. വഖിയാമുലൈലിൻ വത്തളുറു ബിസ്സഹർ. വഖിയാമുലൈലിൻ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഇന്നയാളെപ്പോലെ ആവരുത്. അവൻ കുറച്ചു കാലം തഹജ്ജുദ് നിസ്കരിച്ച് പിന്നെ ഉപേക്ഷിച്ചു, അങ്ങനെ ആവരുത്, പതിവായി നിസ്കരിക്കണം. വത്തളുറു ബിസ്സഹർ, പാതിരാ സമയത്തുള്ള വിനയം നിറഞ്ഞ പ്രാർത്ഥന. എല്ലാവരും ഉറങ്ങുമ്പോൾ യജമാനനായ അള്ളാഹുവിലേക്ക് വിനയത്തോടെ അടിമ കൈകളുയർത്തുക. അത് ഹൃദയത്തിൻ്റെ പ്രകാശത്തിന്, ഹൃദയത്തിൻ്റെ മരുന്നായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. വമുജാലസാത്തു സ്വാലിഹീനൽ ഫുല്ലല, ശ്രേഷ്ഠരായ സദ്വൃത്തരായ ആളുകളെ കൂടെ ഇരിക്കുക. നല്ലവരോടൊത്തുള്ള സഹവാസം, സ്വാലിഹീങ്ങളും ആലിമീങ്ങളുമായ ആൾക്കാരോടൊപ്പം സഹവസിക്കുക. അവരെ ഹാദിമീങ്ങളായിട്ട് അവരുടെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവരോടൊപ്പം ഒരുവനായി ജീവിക്കുക, അവർ ഹിദ്മത്തിലായിട്ട്. ഇങ്ങനെ 5 സുപ്രധാനമായ മരുന്നുകളാണ് മഹാനായ മഹ്ദൂം തങ്ങൾ നമുക്കിവിടെ വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഇത് 5ഉം പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ഹൃദയം തെളിഞ്ഞു വരും. പക്ഷേ വളരെ പ്രയാസപ്പെടേണ്ടി വരുന്ന ശ്രമകരമായൊരു കാര്യമാണിത്. അള്ളാഹു കഴിവിൻ്റെ പരമാവധി അത് പ്രാക്ടിക്കലാക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ.